നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ കഷ്ടപ്പെട്ട് പണിത നമ്മുടെ വീടാണ്. എന്നാൽ ഇന്ന് പത്രവാർത്തകൾ നോക്കിയാൽ മോഷണങ്ങളും പിടിച്ചുപറിയും വർദ്ധിച്ചു വരികയാണ്. വീട് സുരക്ഷിതമാക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കി സെക്യൂരിറ്റി സിസ്റ്റം വെക്കണമെന്നാണ് പലരുടെയും വിചാരം. എന്നാൽ വെറും 500 രൂപ മുതൽ തുടങ്ങുന്ന ഗാഡ്ജറ്റുകൾ അതുപയോഗിച്ച് നിങ്ങളുടെ വീട് എങ്ങനെ സ്മാർട്ടായിട്ട് സംരക്ഷിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഒന്നാമത് നമ്മൾ പറയുന്നത് സ്മാർട്ട് വൈഫൈ ക്യാമറകളെക്കുറിച്ചാണ്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്മാർട്ട് ക്യാമറയാണ്. പഴയ കാലത്തെ വലിയ DVR ആ സിസ്റ്റങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ വെറും 1500 അല്ലെങ്കിൽ 2500 രൂപയ്ക്ക് MI, TP-Link, ടാപ്പോ, റിയൽമി തുടങ്ങിയ കമ്പനികളുടെ വൈഫൈ ക്യാമറകൾ നമുക്ക് ലഭിക്കും. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഫോണിലെ ആപ്പ് വഴി ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കാണാം. ക്യാമറയിലൂടെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ആളോട് സംസാരിക്കാം. അതുപോലെ ആരെങ്കിലും മുറ്റത്ത് വന്നാൽ ഉടൻ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും. മോഷൻ അലേർട്ടുണ്ട് അതിൽ. രാത്രിയിലും വളരെ വ്യക്തമായ നൈറ്റ് വിഷൻ ഈ ക്യാമറകൾ നൽകുന്നുമുണ്ട്. നമുക്കറിയാം, ഈ മോഷ്ടാക്കൾക്ക് ഏറ്റവും പേടി വെളിച്ചത്തെയാണ്. വീടിന് ചുറ്റും എപ്പോഴും ലൈറ്റ് ഇടുന്നത് കറണ്ട് ചാർജ് കൂട്ടും. ഇതിന് പരിഹാരമാണ് മോഷൻ സെൻസർ ലൈറ്റുകൾ. സോളാർ പാനലുള്ള ലൈറ്റുകൾ വാങ്ങിയാൽ കറണ്ട് ചിലവുമില്ല. ആരെങ്കിലും ലൈറ്റിൻ്റെ പരിധിയിൽ വന്നാൽ മാത്രമേ ഇത് തെളിയൂ. പെട്ടെന്ന് ലൈറ്റ് തെളിയുന്നത് കാണുമ്പോൾ മോഷ്ടാക്കൾ പിന്മാറാൻ സാധ്യതയുണ്ട്. ഇതിന് ആമസോണിലും മറ്റും 400 രൂപ മുതൽ വിലയുണ്ട്. മറ്റൊന്ന് ഡോർ വിൻഡോ അലാം സെൻസറുകളാണ്. ജനൽ തുറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ഗാഡ്ജറ്റുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ സുലഭമാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. വാതിലിലോ ജനലിലോ ഒട്ടിച്ചു വയ്ക്കാവുന്ന ചെറിയ സെൻസറുകൾ ഇന്ന് ലഭ്യമാണ്. ആരെങ്കിലും വാതിൽ ബലമായിട്ട് തുറന്നാൽ ഇത് വലിയ ശബ്ദത്തിൽ സൈറൻ മുഴക്കും. അതുപോലെ സ്മാർട്ട് സെൻസറുകളാണെങ്കിൽ സൈറനൊപ്പം നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പും വരും. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും സുരക്ഷിതമായിട്ടിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി ബജറ്റ് അല്പം കൂടി കൂട്ടാൻ താല്പര്യമുള്ളവർക്ക് സ്മാർട്ട് ലോക്കുകൾ പരീക്ഷിക്കാം. താക്കോൽ കയ്യിൽ കരുതേണ്ടതില്ല. ഫിംഗർ പ്രിൻ്റ്, പിൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഈ വാതിൽ തുറക്കാം. ആരെങ്കിലും ലോക്കിൽ കൃത്രിമം കാണിച്ചാൽ ഉടനെ അലാറം അടിക്കുകയും ഫോണിൽ നമുക്ക് മെസ്സേജ് വരികയും ചെയ്യും. മുകളിൽ പറഞ്ഞ ഗാഡ്ജറ്റുകൾക്കൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങൾ ഒരുപാട് ദിവസത്തേക്ക് വീട് അടച്ച് യാത്ര പോവുകയാണെങ്കിൽ ആ വിവരം നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിനായി സ്റ്റേഷനിൽ നേരിട്ട് പോകണം എന്നില്ല. കേരള പോലീസിൻ്റെ പോൾ ആപ്പ്, ആ ആപ്പ് വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ വളരെ എളുപ്പത്തിൽ ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ നൽകാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താൽ ആ പ്രദേശത്ത് പോലീസിൻ്റെ രാത്രികാല പട്രോളിംഗ് അത് കൂടുതൽ ശക്തമാക്കാൻ അവർക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ വീടിന് ഒരു ഇരട്ടി സുരക്ഷ നൽകും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോക്ക്ഡ് ഹൗസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വീടിൻ്റെ ലൊക്കേഷനും എത്ര ദിവസം അവിടെ ആളുണ്ടാകില്ല എന്ന വിവരവും നമുക്ക് തന്നെ നൽകാം. അതുപോലെ തന്നെ പോലീസിനെ അറിയിക്കുന്നതിനൊപ്പം വിശ്വസ്തരായ അയൽവാസികളോടും വിവരം പറയുക. മുറ്റത്ത് പത്രമോ പാലോ കിടന്ന് കുന്നുകൂടാതെ നോക്കാൻ അവരോട് ആവശ്യപ്പെടാം. ഇനി യാത്ര പോകുന്ന കാര്യം വളരെ രഹസ്യമാക്കി വയ്ക്കുക. എന്ന് വച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വഴി തത്സമയം പോസ്റ്റ് ഇടുന്നത് ഒഴിവാക്കുക. നിങ്ങൾ വീട്ടിലില്ല എന്ന് പരസ്യപ്പെടുത്തുന്നത് മോഷ്ടാക്കൾക്ക് സഹായകരമാകും. ഈ വീഡിയോയുടെ അവസാനം പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി നൽകുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇത് കൂടുതൽ ഉപകാരപ്പെടും. സാങ്കേതിക വിദ്യകൾക്കൊപ്പം തന്നെ അയൽക്കാരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നതും വീടിന് ചുറ്റും ആൾതാമസം ഉണ്ട് എന്ന തോന്നലുണ്ടാക്കുന്നതും പ്രധാനമാണ്. ഈ ഗാഡ്ജറ്റുകളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.